നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇപ്പോൾ മഹാശനിമാറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നതെന്നുള്ളത് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ലവേഴ്സ് ആയിക്കോട്ടെ, മാരീഡ് സിറ്റുവേഷനിലുള്ള ആളുകളായിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആവുന്നതാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് റീഡിങ് കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. സൺ കാർഡാണ് ഫസ്റ്റ് കാർഡ് തന്നെ വന്നിട്ടുള്ളത്. 3 ഓഫ് പെന്റിക്കിൾസ്, ജസ്റ്റിസ്. ഈ ഒരു ജസ്റ്റിസിന്റെ ആളാണ് ശനി കേട്ടോ. 6 ഓഫ് കപ്സ്, എയ്റ്റ് ഓഫ് സോർഡ്സ്, 7 of Pentacles, Ace of Cups, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. 9 of Wandsഉം ദ മജീഷ്യൻ കാർഡാണ്. Seven of Wands, King of Swords, Page of Swords, Nine of Swords, Two of Cups. ബോട്ടം എനർജി വന്നിട്ടുള്ളത് 2 ഓഫ് വാൺസ് ആണ്. ഒരു മിസ്സിംഗ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ ഒരു ശനിമാറ്റം കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ചസ് വരും. പക്ഷേ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ സ്ട്രെങ്തൻ ആക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സെൽഫ് ഗ്രോത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് ആണ്. നല്ല ഒരു ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് കാർഡ് തന്നെ സൺ കാർഡ് വന്നിട്ടുള്ളത് തന്നെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. അതല്ലാതെ ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വന്നാൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാനും വേണ്ടി പറ്റും. അതിൽ നിന്ന് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവും. റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രെങ്തൻ ആവും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു കാർഡിൽ ഇവിടെ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നുള്ളതാണ്. ഈ ഒരു കാർഡ്സ് അതാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല, അങ്ങനെയുള്ള കണക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഈ ഒരു ഏസ് ഓഫ് കപ്സ് എനർജി, ആ ഒരു എനർജിയിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് ആത്മാർത്ഥമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ളത്. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ്, രണ്ടുപേർക്കും അങ്ങനെയാണ്. ഈ റിലേഷൻഷിപ്പിൽ രണ്ടുപേരും ഒരുപോലെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണ്, ഇമോഷണലി ഒരുപാട് അറ്റാച്ച്ഡ് ആണ് എന്നാണ് 2 ഓഫ് കപ്സ് കാണിക്കുന്നത്. 6 ഓഫ് കപ്സ് കാണിക്കുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ ഒരു സ്ട്രെങ്ത് ആണ്. അപ്പോൾ അത്രയും ഈ ഒരു 3 കാർഡ്സ് ഉള്ളത് തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രെങ്ത്, ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ്റെ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ ഡീപ്നെസ് ആണ് കാണിക്കുന്നത്. കൂടാതെ ഈ ഒരു സൺ കാർഡും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത്, നിങ്ങൾ പരസ്പരം എത്രമാത്രം സ്നേഹിക്കുന്നു, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്
നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ കാരണം, റീസൺ എന്താണ്? ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയാലും അത് തിരിച്ചു വരും എന്ന് നമുക്ക് ഷുവറായിട്ട് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു സിറ്റുവേഷൻ്റെ കാരണം, റീസൺ ഈ ഒരു 3 കാർഡാണ്. ഓക്കെ, അതുപോലെ ഈ ഒരു സൺ കാർഡും. അപ്പോൾ ഈ 4 കാർഡ്സിൻ്റെയും ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രമാത്രം സ്ട്രോങ് ആണ്, അതിന് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നീട് ഇവിടെ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് പ്രോബ്ലംസ് ക്രിയേറ്റഡ് ആവാം. ആ ഒരു പ്രോബ്ലംസ് നിങ്ങൾക്ക് ക്രിയേറ്റഡ് ആവുന്നത് ഈ ഒരു ശനിമാറ്റത്തിൻ്റെ സമയത്ത് നമുക്ക് അങ്ങനെ പ്രോബ്ലംസ് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ സ്പിരിച്വൽ ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു കുറച്ചുകൂടി നിങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആവണം. ശനി എന്നുള്ള ഗ്രഹം റെപ്രസെൻ്റ് ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ ജേണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ഏതാണ്, ആ ഏരിയയിലാണ് നിങ്ങൾക്ക് പ്രോബ്ലംസ് ക്രിയേറ്റഡ് ആവുക. അപ്പോഴാണ് നമ്മൾ ആ ഒരു ഏരിയയിൽ പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് സ്പിരിച്വൽ ആവും. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പാണ് എല്ലാവർക്കും അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ അവിടെയാണ് ശനി പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാം. അതെന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ സ്പിരിച്വൽ ആവാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഫോക്കസ്ഡ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബേസ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകും. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊരു ആത്മീയമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കില്ല. ഫുള്ളി നിങ്ങൾ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രോബ്ലംസ് ക്രിയേറ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലംസ് ഈ ഒരു ശനിമാറ്റത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വിജയിക്കുവാണെങ്കിൽ, അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പിരിച്വൽ ജേണി കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊപ്പം കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ സക്സസ്ഫുൾ ആവും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഈ ഒരു സ്ട്രെങ്ത്ത് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അകലം വെച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന, പെയിൻഫുൾ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. അതുപോലെ നിങ്ങളൊരു വഴക്കിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ക്രിയേറ്റഡ് ആയിട്ട്, ചിലപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് ഒരു ലെസ് കോണ്ടാക്റ്റ് ഒക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് മാനസികമായിട്ട് ഒരുപാട് പെയിൻ തരുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവരുടെ ഇമോഷൻ എന്താണ് അവർ സ്റ്റെക്കായി നിൽക്കുന്നത്, അവർ നിങ്ങളിലേക്ക് തിരിച്ച് വരാത്തത് എന്താണ് എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസും നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനും പെയിനും കാരണം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും. ഇവിടെ ഈ ഒരു സ്റ്റെക്ക് ഫീലിങ്ങിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇത്രയും പെയിനാണ്, നിങ്ങൾക്ക് ഉറക്കം പോലും കിട്ടാതെ ഈ ഒരു പേഴ്സൺ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കുറച്ച് അകൽച്ച വെച്ച് മാറി നിൽക്കുന്നതിൻ്റെ ഒരു പെയിൻ കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് മുന്നോട്ട് പോകുന്ന സിറ്റുവേഷനാണ്. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള വേദനയിൽ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷനാണ്. അവർ തിരിച്ച് വരില്ലേ എന്നുള്ളൊരു പേടിയിലാണ് നിങ്ങൾ ഇപ്പം നിൽക്കുന്നത്. പക്ഷേ അതിനൊക്കെ ചേഞ്ചസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ഒരു സ്പിരിച്വലായി മാറുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ സ്പിരിച്വൽ കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ മൊത്തം ഒരു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ സ്പിരിച്വൽ ആവുമ്പോൾ നിങ്ങൾ ക്ഷേത്രമായിട്ട് കുറച്ച് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ എനർജി ലെവൽ ഹയർ ആക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിംസ് ആണെങ്കിൽ പള്ളിയിൽ പോവുക, ക്രിസ്ത്യൻസ് ആണെച്ചാലും പള്ളിയിൽ പോവുക. അങ്ങനെ കുറച്ചുകൂടി നിങ്ങൾ ദൈവവുമായിട്ട്, ഈശ്വരനുമായിട്ട്, ഹയർ സെൽഫുമായിട്ട് കുറച്ചുകൂടി കണക്റ്റഡ് ആവുക. ഓക്കെ, അങ്ങനെ കണക്റ്റഡ് ആയാൽ മാത്രം പോരാ, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യും കൂടി ചെയ്യാം. അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ലൈഫ് ലോങ് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കാം. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു ആക്ഷൻ എടുത്ത് തിരിച്ചു വരുന്നത്. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വൽ ആവുന്ന സമയത്താണ് അവർ നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു പേടി, അല്ലെങ്കിൽ ഈ പേഴ്സൺ തിരിച്ചു വരുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങളിപ്പോൾ മാറ്റി വയ്ക്കുക. ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് പാടില്ല.
ഓക്കെ, ആ കൺഫ്യൂഷൻ മാറ്റി വെച്ചിട്ട് നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വൽ ആവുക, സ്പിരിച്വൽ കാര്യങ്ങളിൽ ഇൻക്ലൂഡഡ് ആവുക, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യുക, നിങ്ങളെ ആദ്യം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ അപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും. ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വന്നാൽ പിന്നെ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, ആ ഒരു പേഴ്സൺ ഇവിടെ സോൾമേറ്റ് കണക്ഷൻ ആകുമ്പോൾ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു പേഴ്സൺ ആയിരിക്കും ഈ ഒരു പേഴ്സൺ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ എല്ലാ സക്സസ്സിനും പിന്നിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു പ്രസൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഈ റിലേഷൻഷിപ്പിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ്സിൻ്റെ പുറത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളുടെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതൊരു സ്ട്രോങ് ആയിട്ടുള്ള സോൾമേറ്റ് കണക്ഷനാണ്. അത് മാത്രമല്ല, അത് അവർക്ക് നിങ്ങളോടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മെസ്സേജ് കൂടി നോക്കാം. ഓക്കെ, ശനിമാറ്റം എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് സ്പിരിച്വൽ ആയാൽ മാത്രം മതി. നമ്മളുടെ റിലേഷൻഷിപ്പൊക്കെ കൂടുതൽ സ്ട്രോങ് ആവും, സ്ട്രെങ്ത് ആവും ഒക്കെ ചെയ്യും. നിങ്ങളെ സ്പിരിച്വൽ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പ്രോബ്ലംസ് ക്രിയേറ്റഡ് ആവുന്നത്, അല്ലാതെ നിങ്ങളെ തമ്മിൽ കംപ്ലീറ്റ്ലി അകറ്റാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, ബ്ലെസ്ഡ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു റിലേഷൻ, ഇത്രയും ഒരു സോൾമേറ്റ് കണക്ഷൻ, ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ നിന്ന് ലഭിച്ചതിൽ അവർ ബ്ലെസ്ഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻറ്റൻസിറ്റി എന്നാണ് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സ്നേഹബന്ധത്തിൻ്റെ ആഴം അവർക്കറിയാം, അല്ലെങ്കിൽ അത്രയും ആഴത്തിലുള്ള ഒരു റിലേഷനാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ളത് എന്നാണ് കാണിക്കുന്നത്. മൈ വേൾഡ് എന്നാണ് പറയുന്നത്. ഇതിലും വലിയൊരു വേർഡ് നിങ്ങളോട് പറയാനായിട്ടില്ല നിങ്ങളുടെ പേഴ്സണ്. അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വേർഡാണ് പറഞ്ഞിട്ടുള്ളത്, മൈ വേൾഡ് എന്ന്. നിങ്ങളാണ് അവരുടെ ലോകം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ആഴത്തിലാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് നിങ്ങൾ തമ്മിലുള്ളത്. ഓക്കെ, ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായത് ഒക്കെ ഫെയ്ത്താണ്. അത് എന്തിനുള്ള ഫെയ്ത്താണ്? നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ ആവാൻ വേണ്ടിയിട്ടുള്ള ഫെയ്ത്താണ്. നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെയ്ത്താണ്. നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്. ഓക്കെ, ഐ മിസ് യു എന്നാണ് പറയുന്നത്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു. നിങ്ങളെ ഇപ്പോൾ അവർക്ക് അത്രയും നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു ഫീലിംഗിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഓക്കെ, ഈ ഒരു കാർഡ് ഇവിടെ ഞാൻ ബോട്ടം എനർജി ഈ ഒരു കാർഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. മിസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത്രയും അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹമുണ്ട്. അങ്ങനെ സ്നേഹിക്കുന്നവർക്കല്ലേ നിങ്ങളെ മിസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു മിസ്സിങ് എനർജിയാണ് ഇവിടെ കാണുന്നത്. ഡേ ഡ്രീം എന്നാണ് പറയുന്നത്. അവർ ഡ്രീം ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള പകൽ സ്വപ്നങ്ങൾ അവർ കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി നോക്കാം. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ചേഞ്ചസ് വരും. ഇപ്പോഴൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരും, ചേഞ്ചസ് വരും. കാരണം ഒരു യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ള ടൈമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത്.
ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടും. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് മെസ്സേജോ കോളോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള സയൻസും കാണാം കേട്ടോ. യൂണിവേഴ്സിന്റെ ഏഞ്ചൽ നമ്പേഴ്സ് കാണാം, ബട്ടർഫ്ലൈസിനെ കാണാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതൊക്കെ ഒരു എന്താ പറയുക, ഒരു സിഗ്നൽസ് ആണ്, അല്ലെങ്കിൽ ഒരു സയൻസ് ആണ്. അത് ഗുഡ് സയൻസ് ആണ്. ഓക്കെ, നോട്ട് ദ റൈറ്റ് ടൈം എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരു റൈറ്റ് ടൈം അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ടേക്ക് ആക്ഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ആക്ഷൻ എടുക്കേണ്ട ഒരു ടൈമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രെങ്തൻ ആവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി സ്പിരിച്വൽ ആവുക, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഒരു ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ എം, ഏപ്രിൽ, മാർച്ച്. ലെറ്റർ സി, മകീര്യം, ഭരണി, ഒക്ടോബർ. ലെറ്റർ ജെ, letter Y, letter H, letter P, letter A, letter S, കാർത്തിക, 2000, ഉത്രാടം, മെയ്, ചിത്തിര, ഉത്രം, 1985, ആയില്യം, അശ്വതി, പൂരാടം, 1987, ഡിസംബർ, പൂരം, പുണർദം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.